ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഒരു കാർ ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കാർ ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഒരുപാട് പേർക്ക് അതിൽ സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൽ ദൂരീകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കാർ ഇൻഷുറൻസിനെ കുറിച്ച് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ്. കാർ ഇൻഷുറൻസ് പറയുന്ന സമയത്ത് അതിന് പ്രധാനമായിട്ട് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഒന്ന് പ്രൈവറ്റ് കാറ്, മറ്റൊന്ന് പബ്ലിക് വാഹനം, അതായത് ടാക്സി വാഹനങ്ങൾ. ഈ പ്രൈവറ്റ് കാറിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഫുൾ കവർ ഇൻഷുറൻസ്, മറ്റൊന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ടാക്സി വാഹനങ്ങൾ ഇതേപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. തേർഡ് പാർട്ടി ഇൻഷുറൻസ്, പാക്കേജ് അഥവാ ഫുൾ കവർ ഇൻഷുറൻസ്. നമുക്ക് ആദ്യം പ്രൈവറ്റ് കാറിലേക്ക് വരാം. ഒരു പ്രൈവറ്റ് കാറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇൻഷുറൻസ് ഉള്ളത്. ഒന്നുകിൽ നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് പറയുന്ന സമയത്ത് ആ വാഹനത്തിനൊഴികെ ആ വാഹനം മുഖാന്തരം മറ്റൊരാൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ, നമ്മുടെ വാഹനം വേറെ നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് മറ്റൊരാൾക്ക് ഒരു അപകടം മുഖാന്തരം പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നാൽ ഫുൾ കവർ ഇൻഷുറൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും കിട്ടും. അത് കൂടാതെ ആ വണ്ടിക്ക് കൂടി അപകടം പറ്റിക്കഴിഞ്ഞാൽ, കേടുപാട് വരികയാണെങ്കിൽ അത് നമുക്ക് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയുടെ പഴക്കം അനുസരിച്ച് നിശ്ചിത എമൗണ്ട് നമുക്ക് കിട്ടും. ഇനി അപകടത്തിൽ മറ്റേ കേടുപാട് വരുന്നത് മാത്രമൊന്നല്ല അതിൽ വരുന്നത്. ഇപ്പോൾ വാഹനം കളവ് പോയി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ IDVയുടെ 90% നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരും. ഇനി അഥവാ വാഹനം കത്തിപ്പോയി, അപ്പോഴും ഈ IDVയുടെ 90% നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാൽ, നമ്മൾ പറയില്ലേ ഉണ്ടായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് 90% നമുക്ക് കിട്ടും. അപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് പരമാവധി നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് ചെയ്യണം. ഇനി ഫുൾ കവർ ഇൻഷുറൻസിൽ തന്നെ വീണ്ടും ഒരു ഡിവിഷൻ കൂടി ഉണ്ട്. അതിന് പറയുക ബമ്പർ ടു ബമ്പർ അഥവാ നിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ബമ്പർ ടു ബമ്പർ സാധാരണ പ്രൈവറ്റ് കാറിന് 5 വർഷം വരെയാണ് കൊടുക്കുക. അത് ക്ലെയിമൊന്നും ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ 7 വർഷം വരെ, അതായത് 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പരമാവധി 7 വർഷം വരെയാണ് ബമ്പർ ടു ബമ്പർ കിട്ടുക. അപ്പോൾ ബമ്പർ ടു ബമ്പറും ഫുൾ കവറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, എന്നെ ഒരുപാട് പേര് ഈ ബമ്പർ ടു ബമ്പറും ഫുൾ കവറും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയാനൊക്കെ പറഞ്ഞ് എന്നെ എനിക്ക് വോയിസ് ഇട്ടിരുന്നു. ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് വാസ്തവം പറഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ഒരുമിച്ച് ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ബമ്പർ ടു ബമ്പർ അഥവാ നിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, ഒരു വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന്മേലുണ്ടായിരുന്ന അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ. സാധാരണ ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ ആ വണ്ടി 1 വർഷം കഴിഞ്ഞിട്ട് അപകടം പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് അതിൻ്റെ ഒരു ഡോറ് മാറ്റണം. ഡോറ് മാറ്റുന്ന സമയത്ത് 1 വർഷം മുൻപ് ആ ഡോറിന് 50,000 രൂപയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞ സമയത്ത് ചിലവ് 55,000 അല്ലെങ്കിൽ 60,000 ആയിട്ടും. അപ്പോൾ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് ഈ 50,000-നാണ് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ളൂ. ഇപ്പം അതിന് വില 60,000 ആയില്ലേ. അപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസിലാണെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് കസ്റ്റമർക്ക് കൊടുക്കില്ല. അതായത് 60,000 രൂപയുടെ പണി വന്നാലും നമുക്ക് കിട്ടും 50,000, അതായത് 20% കുറയ്ക്കും. അത് ഓരോ ഇതനുസരിച്ച് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. എന്നാൽ മിക്കവാറും ലേബർ ചാർജ് മിക്കവാറും കിട്ടാറുണ്ട്. ആ സമയത്ത് ബമ്പർ ടു ബമ്പർ ആണെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ വരില്ല. അതായത് നമ്മൾ എത്ര രൂപയുടെ വർക്ക് വന്നാലും അതിൽ നിന്ന്, ഇപ്പോൾ കാറാണെങ്കിൽ 1,000 രൂപയാണ് മാക്സിമം എന്ന് പറയുക. 2 വീലറാണെങ്കിൽ 500 രൂപയുടെ താഴെയാണ് നമുക്ക് അതിന് ചിലവ് വരിക. ബാക്കിയൊക്കെ നമുക്ക് അതിൻ്റെ എല്ലാതും ക്ലെയിമായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി കാറുകൾ നിങ്ങൾ 7 വർഷം വരെ ആണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി എത്ര വർഷം വരെയാണ് നിങ്ങൾക്ക് ബമ്പർ ടു ബമ്പർ തരണേ, അതുവരെ നിങ്ങൾ ബമ്പർ ടു ബമ്പർ കുറച്ച് പൈസ കൂടുതൽ വരും. സാധാരണ ഫുൾ കവർ ഇൻഷുറൻസിലാണെങ്കിൽ എല്ലാ വർഷവും പ്രീമിയം കുറയുക ചെയ്യുക. എന്നാൽ ബമ്പർ ടു ബമ്പർ എടുക്കുന്ന സമയത്ത് ഓരോ വർഷം പ്രീമിയം കുറയാറില്ല, ചെറിയ രീതിയിൽ കൂടുക. കാരണം ഈ വണ്ടിയുടെ പഴയ സാധനത്തിനടക്കം പുതിയ വില തരണം. അപ്പോൾ അതുകൊണ്ട് ബമ്പർ ടു ബമ്പർ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഈ പ്രൈവറ്റ് കാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ തേർഡ് പാർട്ടി ആയാലും ഫുൾ കവറാണ് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അതിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്, 2-3 കാര്യങ്ങളുണ്ട്. അത് സാധാരണ ഓൺലൈനിലൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അത് ഓപ്റ്റ് ചെയ്യാറില്ല. കാരണം അത് ആഡ് ഓൺ കവറേജ് ആയിട്ട് വരിക. അതൊന്ന് അതിൻ്റെ ഡ്രൈവറുടെ കവറേജാണ്. അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ വാഹനം നമ്മൾ സ്ഥിരം നമ്മൾ ചിലപ്പോൾ ഓടിച്ചോളുന്നില്ല. ചിലപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ ദൂരെ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഡ്രൈവറെ വെക്കും, പെയ്ഡ് എംപ്ലോയി വെക്കും.
അതുപോലെ ഫാമിലി ആയിട്ട് നമ്മൾ എവിടേക്കെങ്കിലും വല്ല ടൗണിലേക്കൊക്കെ പർച്ചേസിങ്ങിനൊക്കെ പോകുന്ന സ്ഥലത്ത് നമ്മൾ ഈ വാഹനം മിക്കവാറും സ്ഥലങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളവിടെ ഇറക്കിയിട്ട് ഡ്രൈവർ വണ്ടി വേറെ എവിടെയും കൊണ്ട് ഒതുക്കും. അപ്പം അങ്ങനെയൊക്കെ സന്ദർഭം നമ്മൾ ഡ്രൈവറെ വെക്കാറുണ്ട്. അപ്പോൾ ഡ്രൈവർക്ക് അതിലൊരു കവറേജ് നമ്മൾ ഓപ്റ്റ് ചെയ്യണം. ഇപ്പോൾ സാധാരണ നിങ്ങൾ ഓഫീസിലൊക്കെ അടക്കുകയാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അതോടുകൂടി നമുക്ക് പോളിസി തരാം. ആ സ്ഥലത്ത് ഓൺലൈനിൽ തന്നെ നമ്മൾ ആഡ് ഓൺ കവറേജ് നമ്മളത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യണം. അതിനാകെ വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ 60 രൂപ, 50 രൂപ പ്ലസ് എൻ്റെ ടാക്സ് അടക്കം 60 രൂപയാണ് ആകെ ചിലവ് വരുന്നത്. അങ്ങനെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവർക്ക് ഒരു അപകടം മുഖാന്തരം പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ മരണം സംഭവിക്കുകയാണെങ്കിൽ കോടതി MACT കോടതി പറയുന്ന സംഖ്യ എത്രയാണോ, 10 ലക്ഷമാണെങ്കിൽ 10 ലക്ഷം രൂപ, 15 ലക്ഷമാണെങ്കിൽ 15 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനി ആ ഡ്രൈവർക്ക് കൊടുക്കും. അതാണ് ഒന്നാമത്തെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞാൽ ഓണർ കം കവറേജ് ഉണ്ട്. 325 രൂപയാണ് ഇതിന് പ്രീമിയം വരുന്നത്. അത് ഈ വാഹനം ഉടമ തന്നെ വണ്ടി ഓടിച്ചു ആൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപ ഫാമിലിക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. അതിന് കേസിനും കാര്യത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. മറ്റു കേസിന് പോകണം. ഡ്രൈവറാണെങ്കിൽ ഡ്രൈവറുടെ അവർ കേസിന് MACT കേസിന് പോയാൽ കിട്ടും. ഇത് അതിന് പോകണ്ട. നമ്മുടെ ഈ 15 ലക്ഷം രൂപ ഫിക്സഡ് എമൗണ്ടാണ്. അത് കൂടില്ല കുറയില്ല. ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പരിക്കനില്ല, പക്ഷെ അപകടത്തിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ 15 ലക്ഷം കിട്ടും. ഇനി മൂന്നാമത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അൺനെയിംഡ് പാസഞ്ചറാണ്. ഇതൊക്കെ ഞാൻ പ്രൈവറ്റ് കാറിൽ പറയണം കേട്ടോ. പ്രൈവറ്റ് കാറിൽ യാത്ര ചെയ്യുന്ന ആർക്കും തന്നെ ഇൻഷുറൻസ് കവറേജ് ഇല്ല. അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. പ്രൈവറ്റ് കാറിൽ യാത്ര ചെയ്യുന്നവരെല്ലാം തന്നെ ആ വാഹന ഉടമയുടെ ബന്ധുക്കളാണ് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളാണ്. ആ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം നോക്കി നടത്തുന്നത് ആ ഓണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനി ഇവർക്ക് ആർക്കും പ്രീമിയം വാങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഒരു ടാക്സി വാഹനത്തിൻ്റെ പ്രീമിയം പ്രൈവറ്റ് കാറിന് പ്രീമിയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് അവർ. ഒരു 1000 cc താഴെയുള്ള ഒരു പ്രൈവറ്റ് കാറിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ 2855 രൂപ പ്രീമിയം വരുന്നത്. ആ സ്ഥാനത്ത് ഒരു ടാക്സി വാഹനമാണെങ്കിൽ 10,000 രൂപയ്ക്കും ഇത് പ്രീമിയം വരും. കാരണം ഈ യാത്രക്കാർക്ക് കവറേജ് അവിടെ വരുന്നുണ്ട്, ഇവിടെ യാത്രക്കാർക്ക് കവറേജ് ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അൺനെയിംഡ് പാസഞ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഒരു കാറിൽ യാത്ര ചെയ്യാൻ മാക്സിമം 5 പേരാണ്, ഡ്രൈവർ അടക്കം 5 പേര്. അപ്പോൾ ഒരു 4 പേർക്കോ അല്ലെങ്കിൽ 3 പേർക്കോ നിങ്ങൾക്ക് അൺനെയിംഡ് പാസഞ്ചർ 1 ലക്ഷം 2 ലക്ഷം എത്ര വേണമെങ്കിൽ എടുക്കാം. 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഏകദേശം പ്രീമിയം വരുന്നത് 82 രൂപയാണ് പ്രീമിയം വരുന്നത്. അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ഒരു അപകടം പറ്റി അതിലെ യാത്രക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ അൺനെയിംഡ് പാസഞ്ചർ ആയതുകൊണ്ട് ആര് കയറിയാലും ശരിക്കും ബന്ധുക്കളെ കയറാൻ പാടില്ല. എന്നിരുന്നാലും അതിൽ പേര് വെക്കാത്ത കാരണത്താൽ അതിൽ യാത്രക്കാർക്ക് കവറേജ് കിട്ടും. അതായത് 1 ലക്ഷം ഓപ്റ്റ് ചെയ്തിട്ട് 1 ലക്ഷം രൂപ കിട്ടും, 2 ലക്ഷം ഓപ്റ്റ് ചെയ്തിട്ട് 2 ലക്ഷം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പ്രൈവറ്റ് കാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഒന്ന് നമ്മൾ അത് ഫുൾ കവർ എടുക്കണം എന്ന് പറഞ്ഞു, രണ്ടാമത് ഫുൾ കവറിൽ തന്നെ ബമ്പർ ടു ബമ്പർ എടുക്കണം എന്ന് പറഞ്ഞു, മൂന്നാമത് അതിൽ ഡ്രൈവർക്ക് കവറേജ് കൊടുക്കണം, നാലാമത് ഓണർക്ക് കവറേജ് കൊടുക്കണം, അഞ്ചാമത് കഴിയുമെങ്കിൽ അൺനെയിംഡ് പാസഞ്ചർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മൾ കവറേജ് കൊടുക്കണം. ഇതാണ് നമ്മൾ പ്രൈവറ്റ് കാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ടാക്സി വാഹനത്തിൽ ഇതിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരുള്ളൂ. ടാക്സി വാഹനത്തിന് നമുക്ക് ഇതേപോലെ ഫുൾ കവറും തേർഡ് പാർട്ടി ഉണ്ട്. ഫുൾ കവറിൽ തന്നെ ബമ്പർ ടു ബമ്പർ അവിടെയുണ്ട്. പക്ഷെ അവിടുത്തെ വ്യത്യാസം പറഞ്ഞാൽ അവിടെ 3 വർഷം വരെയാണ് നമുക്ക് ബമ്പർ ടു ബമ്പർ കിട്ടുള്ളൂ. 3 വർഷം ടാക്സി വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ വാഹനങ്ങൾക്കൊക്കെ 3 വർഷമാണ് സാധാരണ ബമ്പർ ടു ബമ്പർ കവറേജ് കൊടുക്കുക. അതായത് ഫുൾ കവർ എത്ര വർഷം വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. അത് പ്രൈവറ്റ് കാറിൽ എത്ര വർഷം വേണമെങ്കിലും ഫുൾ കവർ കണ്ടിന്യൂ ചെയ്യാം. ഈ ബമ്പർ ടു ബമ്പറിന് മാത്രമേ ലിമിറ്റ് ഉള്ളൂ. ഈ ടാക്സി വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ യാത്രക്കാർക്ക് എല്ലാവർക്കും അതിന് കവറേജ് കൊടുക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടാക്സി എന്ന് പറയുന്നത് ഒരു തൊഴിലാളിയുടെ ഉപജീവന മാർഗമാണ്. അപ്പോൾ അയാളൊരു സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങി അയാൾ തൊഴിലായിട്ട് അയാൾ അതിൽ യാത്രക്കാരെ കയറ്റിക്കൊണ്ടു പോകുന്ന അവരിൽ നിന്ന് വാടക വാങ്ങും. അപ്പോൾ ഇദ്ദേഹം സാമ്പത്തികമായിട്ട് ഒന്നും ഉള്ള ആളായിക്കൊള്ളുന്നില്ല. അയാൾ തൊഴിലാണ്, അയാൾ തൊഴിലാളിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇയാളുടെ വാഹനത്തിൽ കയറുന്ന യാത്രക്കാർ അവരാരൊക്കെ ആകാം, വലിയ ഉദ്യോഗസ്ഥരാകാം, വലിയ പണക്കാരാകാം. അപ്പം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇദ്ദേഹത്തിനോട് സാധിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി ഇവർക്കൊരു നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കാൻ തയ്യാറായി. അതിന് വേണ്ടി അപ്പോൾ ഒരു യാത്രക്കാരൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 1000-1000 രൂപ പ്രീമിയമായിട്ട് ഇൻഷുറൻസ് കമ്പനി വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ആണെങ്കിൽ 3 യാത്രക്കാർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിൽ 3 പേരുടെ ഈ പ്രീമിയം വാങ്ങി വയ്ക്കും. ഇനി ഒരു ടാക്സി കാറാണെങ്കിൽ 4 പേരാണ് അതിൽ സീറ്റിംഗ് കപ്പാസിറ്റി എങ്കിൽ 4 പേരെ പ്രീമിയം വാങ്ങി വയ്ക്കും. ഇനി ബസ്സാണെങ്കിൽ ബസ്സിൽ അത്ര യാത്രക്കാരെ പ്രീമിയം വാങ്ങിക്കും. അപ്പോൾ ഈ യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചാലും മരിക്കൊന്നും വേണ്ട, നേരത്തെ ഡ്രൈവറുടെ കഥ പറഞ്ഞ പോലെയാണ്, എന്ത് സംഭവിച്ചാലും പരിക്ക് പറ്റിയാലും മരണപ്പെട്ടാലും ഇൻഷുറൻസ് കമ്പനി
കോടതി പറയുന്ന MACT കോടതി പറയുന്ന നഷ്ടപരിഹാരം എത്രയാണോ അത് മുഴുവൻ തന്നെ ആ വ്യക്തികൾക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. ഇനി ഇതിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാർ വരും. അതോടൊപ്പം തന്നെ ഇതിലുണ്ട് ഈ ഡ്രൈവറും ഓണറും ഉണ്ട്. ഇപ്പം നമുക്കൊരു ടാക്സി വാഹനമുണ്ട്. നമ്മൾ ചിലപ്പോൾ അതിനൊരു പെയ്ഡ് എംപ്ലോയി വെച്ചിട്ടുണ്ടാവും, ഡ്രൈവറെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ 60 രൂപ നമ്മൾ അടയ്ക്കണം. 60 രൂപ അടച്ച് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ വണ്ടി ചിലപ്പോൾ നമുക്ക് ഓടിക്കാൻ ഒഴിവില്ലാത്ത ദിവസം നമ്മളൊരാളെ വെച്ച് ഓടിക്കുക. അപ്പോൾ അവന് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ നഷ്ടപരിഹാരം കിട്ടും. പക്ഷേ ഓണർ തന്നെയാണ് ഓടിക്കണമെങ്കിൽ, ഇപ്പം എൻ്റെ വാഹനം ഞാൻ തന്നെയാണ് ഓടിക്കണമെങ്കിൽ, എനിക്ക് അപകടം പറ്റിയിട്ട് എനിക്ക് പരിക്ക് പറ്റിയെങ്കിൽ എനിക്ക് അതിനൊന്നും പൈസ കിട്ടില്ല. ആ സമയത്ത് ഞാൻ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ഓണറുടെ കവറേജ്, നേരത്തെ ഞാൻ പ്രൈവറ്റ് കാറിൽ പറഞ്ഞ പോലെ ഓണറുടെ കവറേജ് 15 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട്. എനിക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപ കിട്ടും. അതല്ല എങ്കിൽ നമ്മുടെ വാഹനത്തിന് വേറെ വാഹനം ഒന്ന് ഇടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ പിന്നെ ആ വാഹനത്തിനെതിരെ കൊടുത്താൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടും. അപ്പോൾ ടാക്സി വാഹനം സ്വകാര്യ വാഹനം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത്രയുള്ളത്. ടാക്സി വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കവറേജ് ഉണ്ട്. സ്വകാര്യ വാഹനത്തിലാണെങ്കിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കവറേജ് ഇല്ല. അപ്പോൾ ഈ 2 വ്യത്യാസങ്ങളാണ് ഇത് രണ്ടിലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാർ ഇൻഷുറൻസ് എന്ന് പറയുന്ന സമയത്ത് ഇതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ അല്ലറ ചില്ലറയ്ക്ക് കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റാവുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാവുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ സാധാരണപ്പെട്ട ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു കാർ ഇൻഷുറൻസിൽ പറയാനുള്ളത്. അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റണി തോമസ്. ഞാൻ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റാണ്. ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഞാൻ ഇതിലെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് സംബന്ധമായ സംശയങ്ങൾ നിങ്ങൾക്കൊരു അഡ്വൈസർ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും. LIC സംബന്ധിച്ചായാലും ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് സംബന്ധിച്ചാലും നിങ്ങൾക്കൊരു അഡ്വൈസർ ഉണ്ടെങ്കിൽ ഈ സംശയങ്ങളൊക്കെ ആൾ പറഞ്ഞുതരും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ പോയി നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇനി ഇതൊന്നും നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ എന്നിട്ട് നിങ്ങൾ സംശയം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാനുള്ള സംവിധാനം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പക്ഷെ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നെ വിളിക്കാതിരിക്കുക. കാരണം വിളിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് എടുക്കാൻ വരും. കാരണം ഞാൻ തിരക്കുള്ള ഒരാളാണ്, ഒരുപാട് കോളുകൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിൽ, എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ട് വാട്സപ്പിൽ നിങ്ങൾ വോയിസ് ഇടുക. വോയിസ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങൾ വെക്കുക. ഇനി ഇൻഷുറൻസ് പോളിസി ചേരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ, അതായത് LIC പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയൊക്കെ ചേരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം കൂടി വെക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ഏജന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെല്ലാം ചേരണ്ടേ. ഞാൻ അതില്ല എങ്കിൽ എൻ്റെ ചേരാം, ഞാൻ എല്ലാതും ഞാൻ ചെയ്യും. പക്ഷെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ പറയുന്ന ഒരു കണ്ടീഷൻ, നമ്മളൊരു കൺസൾട്ടിങ് ഫീസ് എന്ന് പറഞ്ഞാൽ 500 രൂപ ഞാൻ വാങ്ങുന്നുണ്ട്. 500 റീഫണ്ടബിൾ ആണത്. നിങ്ങൾ 3 മാസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പോളിസി, LIC പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചേർന്ന് കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. അതല്ലെങ്കിൽ അത് ഫീസായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് ഈ സർവീസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമാർ ചെയ്ത് തരേണ്ടതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ പോളിസി ഹോൾഡേഴ്സിനൊക്കെ ഫ്രീ സർവീസാണ്. ഒരാളെ നമ്മൾ ഒരു സർവീസ് ചാർജൊന്നും വാങ്ങണില്ല. അപ്പോൾ അത് തരേണ്ട ആള് നിങ്ങൾക്ക് തരുന്നില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് എൻ്റെ സമയത്തിന് ഞാൻ ചെറിയൊരു വില കൽപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ പൈസ അടച്ച് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആ പൈസ അയച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേരും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് അതിന് ചേരാനുള്ള എല്ലാ സംവിധാനവും ഞാൻ ശരിയാക്കി തരാം. ഇപ്പം നമുക്ക് എവിടെ ഇരുന്നിട്ട് നമുക്ക് പോളിസി എടുക്കാനുള്ള സംവിധാനം, ഇപ്പോൾ LIC പോളിസി ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും നമ്മൾ നേരിട്ട് കാണാതെ തന്നെ പോളിസി എടുക്കാനുള്ള സംവിധാനം, ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ഇത് നിർബന്ധമൊന്നുമല്ല, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്ക് അറിവുള്ള കുറച്ച് കാര്യങ്ങൾ ആളുകളെ പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമത് എൻ്റെ ബിസിനസ് ഇൻഷുറൻസ് ബിസിനസ്സാണ്. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, കാരണം ഈ കാർ ഇൻഷുറൻസിനെ കുറിച്ച് അറിയാത്ത ആളുകൾ, കാർ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് അയച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു യൂസ്ഫുൾ ആയിരിക്കും. അതോടെ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.